നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ക്യാൻസറിനെതിരെയുള്ള പോരാട്ടത്തിലാണ് നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ രേണു സുധി. രേണുവിന്റെ കീമോതെറാപ്പി ചികിത്സ തുടരുകയാണ്. പ്രതിസന്ധികൾക്കിടയിലും ചുണ്ടിലെ ആത്മവിശ്വാസത്തിന്റെ ചിരികെടാതെ സൂക്ഷിക്കുകയാണ് രേണു. എന്നാൽ കിച്ചുവും രേണുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ച ചർച്ചകളാണ്. കഴിഞ്ഞ ദിവസം കിച്ചുവിനും സുധിയുടെ കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രേണു രംഗത്തെത്തിയതും വാർത്തയായിരുന്നു. ഇപ്പോഴിതാ ചികിത്സയ്ക്കായി ഇനിയും ഒരുപാട് തുക ആവശ്യമാണെന്ന് പറയുകയാണ് രേണു. ഇനിയും 3 കീമോ കൂടി ചെയ്യണം. അതിനുള്ള സാമ്പത്തികം കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും രേണു പറഞ്ഞു. വീണ്ടും ഒരു വിവാഹം എന്ന ചിന്തയൊക്കെ മനസ്സിൽ വന്നെങ്കിലും മറ്റ് പല കാര്യങ്ങളും അത്തരമൊരു ചിന്തയിൽ നിന്നും തന്നെ പിന്നോട്ടടിക്കുകയായിരുന്നു എന്നും രേണു വ്യക്തമാക്കി. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രേണുവിന്റെ പ്രതികരണം. വിവാഹത്തെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. പിന്നെ മനസ്സ് തന്നെ അത്തരം ചിന്തകൾ വേണ്ട എന്ന് വെക്കും. പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. എനിക്ക് ആരോടും പിന്നീട് പ്രണയം തോന്നിയിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സുധിച്ചേട്ടന്റെ ഓർമ്മ എന്റെ മനസ്സിൽ എന്നും കാണും. 3 വർഷമായില്ലേ, എനിക്ക് എത്രയോ നാള് മുന്നേ കല്യാണം കഴിക്കാമായിരുന്നു. എത്രയോ പേര് കല്യാണം കഴിക്കുന്നു, ഭർത്താവുള്ളവർ പോകുന്നില്ലേ. സുധിച്ചേട്ടന്റെ മരണശേഷം പ്രണയം തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞാൽ കള്ളത്തരമായി പോകും. പ്രണയം മനസ്സിലുണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല. സുധിച്ചേട്ടനോടും പ്രണയമുണ്ട്. രൂപമായിട്ടില്ലേലും അദ്ദേഹത്തെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ആലോചിക്കും വിവാഹമാവാമെന്ന്. പക്ഷേ നമ്മുടെ കുഞ്ഞിന് മറ്റൊരാൾ ഒരു നല്ല അച്ഛനാകില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ ഡൗൺ ആകും. അതോടെ വേണ്ട എന്ന് വെക്കും. ഈ ക്യാൻസർ വന്നേ പിന്നെ എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാർ ആരുമില്ല. എനിക്കുള്ള ചുറ്റുമുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. വരാത്തവരെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അവർക്ക് ഓരോ സിറ്റുവേഷനാണ്. ചിലരൊക്കെ വിളിച്ചു തിരക്കാറുണ്ട്. എൻ്റെ കൂടെ പഠിച്ച 4 കൂട്ടുകാർ എന്നെ കാണാൻ വന്നിരുന്നു. അവർ പൊട്ടിക്കരയുകയായിരുന്നു. ഇനിയിപ്പോൾ 4ാമത്തെ കീമോയിലോട്ട് കടക്കുവാണ്. പേടിയാണ്. 2 ലക്ഷം രൂപയോളം വേണം. ആന്റിബോഡി നമ്മൾ മേടിക്കണം. അതാണിപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ടെൻഷനാണ്. ഇനി 3 കീമോ കൂടെ ബാക്കിയുണ്ട്. അത് 3നും നമുക്ക് ആ ആന്റിബോഡി വേണം. നമുക്ക് ജീവൻ തിരിച്ചു കിട്ടാനുള്ള ആ ടാർഗറ്റ് തെറാപ്പിയുടെ ഭാഗമാണത്. ഫണ്ടൊക്കെ ആകുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് മെഡിസിൻസ് മേടിക്കണം. അത് തന്നെയല്ലേ ഓരോ പരിശോധനയ്ക്കും പണം ആവശ്യമാണ്. ബ്ലഡിന്റെ ഒക്കെ ടെസ്റ്റ് ഒറ്റയടിക്ക് 4000-5000 രൂപയൊക്കെയാണ്. എനിക്കിപ്പോൾ ജോലിയില്ല. എൻ്റെ ചേച്ചിക്ക് ഉണ്ടായിരുന്ന ജോലിയില്ല, അതും പോയി. എൻ്റെ പപ്പ ഓൾറെഡി പുള്ളി വർഷങ്ങളായിട്ട് ജോലിയില്ല. ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അസുഖമാണ്. ഇപ്പോൾ ഒരു ആക്സിഡന്റ് വന്നു, കിടപ്പാണ്. അമ്മയ്ക്കും ജോലിയില്ല. സാമ്പത്തികമാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെങ്ങനെയും ദൈവം തരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വിരലിനെണ്ണാവുന്ന ആളുകൾ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. കോടികളൊന്നും ഇല്ലെങ്കിലും എനിക്കിത് വലിയ കോടിയാണ്. സായിയാണ് ആദ്യം വന്ന് സഹായിച്ചത്. AC വാങ്ങാനാണ് പൈസ തന്നത്. 1 ലക്ഷം രൂപ തന്നെയാണ് തന്നത്. അതെനിക്ക് ഏറ്റവും വലിയ ഒരു ഉപകാരമായി. അത് സായിക്കെങ്കിലും തോന്നിയല്ലോ. ഞാൻ ചോദിച്ചില്ലെങ്കിലും അത് തോന്നിയല്ലോ. ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന കുറെ പേർ വന്നു. അനു ആണെങ്കിലും ആദില നൂറ ആണെങ്കിലും എനിക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു തന്നു. ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ ബിന്നിയും ഹസ്ബൻഡും വന്നു, സാമ്പത്തികമായി സഹായിച്ചു. ബിഗ് ബോസിലെ അണിയറ പ്രവർത്തകർ വിളിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഒന്നും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു രേണു പറഞ്ഞത്. ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥി ആയിരുന്നു രേണു. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 8 തുടങ്ങാൻ പോകുകയാണ്. ഇതിനോടകം തന്നെ പ്രചരിക്കുന്ന പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ കിച്ചു സുധിയുടെ പേരും ചർച്ചയാകുന്നുണ്ട്. ഇതിനെക്കുറിച്ചും രേണു പ്രതികരിച്ചിരുന്നു. കിച്ചു ബിഗ് ബോസിൽ എത്തിയാൽ തീർച്ചയായും തന്റെ പേര് ചർച്ചയാകുമെന്നാണ് രേണു പറഞ്ഞത്. കിച്ചു ബിഗ് ബോസിലേക്ക് പോയാൽ തീർച്ചയായും ഞാൻ തന്നെയായിരിക്കും കണ്ടന്റ്. ഞാൻ പോയത് കൊണ്ട് തന്നെ എനിക്കറിയാമല്ലോ. എല്ലാവരും അവിടെ പോകുന്നത് എന്തിനാണ്? വിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഗെയിമിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കിച്ചുവിനുള്ള ഒരു കണ്ടന്റ് ആയിരിക്കും രേണു സുധി എന്ന് പറയുന്നത്. ഒരു വിക്ടിം കാർഡ് കളിക്കാനുള്ള സാധ്യത ഉറപ്പാണ്. പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഹൗസിൽ ഉണ്ടാകുമെന്നും രേണു പറയുന്നുണ്ട്. എനിക്ക് ക്യാൻസർ വന്നപ്പോൾ ബിനുചേട്ടൻ വിളിച്ചിരുന്നു, വരാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആരെയും കണ്ടില്ല. സ്റ്റാർ മാജിക്കിലെ ആരും വിളിച്ചില്ല. ചിലർ വിളിച്ചിരുന്നു. ശ്രീവിദ്യ മുല്ലശ്ശേരി, നോബി ചേട്ടൻ, ബിനുചേട്ടൻ, ആലീസ് എന്നിവരെല്ലാം വിളിച്ചു. പക്ഷെ ആരും വന്നില്ല. സുധിചേട്ടൻ മരിച്ച സമയത്ത് ആ ചാനലിന് വേണ്ടി ഒരു പ്രോഗ്രാമിന് ചെന്നപ്പോൾ ഒരിക്കലും അനാഥരാക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറഞ്ഞവർ പോലും ഈ അവസ്ഥയിൽ വന്ന് കണ്ടിട്ടില്ല. ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കും. ബിഗ് ബോസിൽ എല്ലാവരും വിളിക്കാറുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ആരും വന്ന് കണ്ടില്ല എന്നും രേണു പറഞ്ഞു. ലാലേട്ടൻ വിളിക്കാത്തതിൽ ഒരു സങ്കടമുണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായും ഇല്ലെന്നായിരുന്നു രേണു പറഞ്ഞത്. അദ്ദേഹം വലിയൊരു മനുഷ്യനല്ലേ, ഒരുപാട് തിരക്കുകളുള്ള വ്യക്തിയല്ലേ. അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ പറയില്ല. ആ ബിഗ് ബോസിൽ ഞാൻ കയറി അദ്ദേഹത്തെ കാണാൻ പറ്റി. എന്നെ രേണു സുധിയെന്ന് വിളിച്ചത് തന്നെ എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സാജു നവോദയ ചേട്ടനും വൈഫും വന്നായിരുന്നു. സുധിച്ചേട്ടന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു സാജു ചേട്ടൻ. ബിഗ് ബോസിലെ ദിയാസന ആശുപത്രിയിൽ വന്ന് കണ്ടിരുന്നു. ഈ പറഞ്ഞ ആളുകളല്ലാതെ ബിഗ് ബോസിൽ നിന്നും ആരും വന്നിട്ടില്ല. ശ്രീകണ്ഠൻ നായർ സാറുമായി അന്നും ബന്ധമില്ല, ഇന്നും ബന്ധമില്ല.
ഞങ്ങളെ ഒരിക്കലും അനാഥരാക്കത്തില്ല എന്ന് പറഞ്ഞവരാണ്. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പരാതിയില്ല, പരിഭവവും ഇല്ല. പറ്റുന്ന പോലെ എങ്ങനെയെങ്കിലും മരുന്ന് വാങ്ങണമെന്ന ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ജീവൻ രക്ഷിക്കണം, തിരിച്ചു വരണം, ചെറിയ ചെറിയ വർക്ക് ചെയ്യണം, ആരെയും ബുദ്ധിമുട്ടിക്കാതെ പഴയതുപോലെ ജീവിക്കണം, കൊച്ചിനു വേണ്ടി ജീവിക്കണം എന്നൊരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. എൻ്റെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അതേ ഉള്ളൂ ആകെ വരുമാനം. വയ്യാണ്ടിരിക്കുന്നത് കൊണ്ട് വീഡിയോസും കുറവാണെന്നും രേണുസുതി പറഞ്ഞു. എന്നാൽ ക്യാൻസർ വന്ന ശേഷവും സോഷ്യൽ മീഡിയയാൽ വേട്ടയാടപ്പെടുകയാണ് രേണു. താരത്തിന്റെ മുൻകാല ജീവിതത്തിലെ ചില പ്രവൃത്തികളാണ് അവരെ ഇത്തരത്തിലൊരു അസുഖത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതെന്ന് പറയുന്നവർ അക്കൂട്ടത്തിലാണ്. മദ്യപാനമാണ് രേണുവിന്റെ അസുഖത്തിന് പിന്നിലെന്ന് ചിലർ കമന്റിലൂടെ സമർത്ഥിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനുള്ള മറുപടിയുമായും രേണുവും സഹോദരി രമ്യയും എത്തിയിരുന്നു. താൻ മദ്യപിക്കാറുണ്ടെന്ന് രേണു തന്നെ പലപ്പോഴായി മുൻപ് അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു. അസുഖം ഭേദമായി തിരിച്ചു വന്നാൽ ഒരിക്കലും ഇനി മദ്യം തൊടില്ല എന്നും രേണു പറഞ്ഞു. മദ്യപാനമാണ് ക്യാൻസറിന് കാരണമായതെന്ന് കരുതുന്നില്ല. പലരും പറയുന്നുണ്ട് സെലിബ്രിറ്റി ആയ ശേഷം അവൾ മദ്യപാനിയായി എന്ന്. ഒരിക്കലും അങ്ങനെയല്ല. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ പിറന്നാൾ പോലുള്ളവ വരുന്ന സമയത്ത് ബിയറൊക്കെ കഴിക്കുമായിരുന്നു. സുധിച്ചേട്ടനാണ് ഒഴിച്ചു തന്നിരുന്നത്. വളരെ കുറച്ച് മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. അതേ അളവിൽ തന്നെയാണ് ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോഴും ഞാൻ കഴിക്കുന്നത്. പുകവലി ശീലം എനിക്കില്ല. മദ്യപിച്ചും പുകവലിച്ചും നടന്നതുകൊണ്ടാണ് എനിക്ക് ക്യാൻസർ വന്നതെന്ന് പറഞ്ഞ് നടക്കുന്നവർ പറഞ്ഞോട്ടെ. അതിൻ്റെയാണോ അതുകൊണ്ടാകുമോ ദൈവമേ ക്യാൻസർ വന്നതെന്ന് തോന്നാറുണ്ട്. അതിനാൽ ഇനി ഒരിക്കലും ജീവിതത്തിൽ ഞാൻ മദ്യം തൊടില്ല എന്നും രേണു പറഞ്ഞു. ചികിത്സയ്ക്കുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തിയെന്ന് സഹോദരി രമ്യയും വിശദീകരിക്കുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ വഴിയും അവളുടെ യൂട്യൂബ് ചാനൽ വഴിയും സമ്പാദിച്ച കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു. എങ്ങനെയും രേണുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ആ പണം എടുത്താണ് ഇപ്പോൾ ചികിത്സ നടത്തുന്നത്. ഞാനും ചില സമയങ്ങളിൽ രേണുവിനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾ എത്ര പേരുടെ വായിൽ നിന്ന് ഓരോന്ന് കേട്ടിട്ടാണെങ്കിലും അവൾ കുറച്ച് പൈസ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇന്ന് അവളുടെ ജീവൻ നിലനിൽക്കുന്നത്. ജീവനേക്കാൾ വലുതായി ഒന്നുമില്ലല്ലോ. കഴിഞ്ഞ ദിവസം രേണു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഒരുപാട് പേർ അതിനെ കുറ്റം പറഞ്ഞത് കണ്ടു. രേണുവിന് അങ്ങനെ ഇന്റർവ്യൂ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു, അടങ്ങി വീട്ടിലിരുന്നാൽ പോരായിരുന്നു എന്നിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. എഴുന്നേറ്റ് പോയി ജോലി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ അല്ല അവളിപ്പോൾ. അവളുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളും നമുക്കറിയാം. അതിന് പൈസ ആവശ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് വയ്യാത്ത അവസ്ഥയിലും അവൾ ഇന്റർവ്യൂ കൊടുക്കാൻ തയ്യാറാകുന്നത് എന്നും രമ്യ പറഞ്ഞു. ചികിത്സയും ആശുപത്രിവാസവും എല്ലാം ആയതിനാൽ ഇത്തവണ രേണുവും കുടുംബവും ഓണം ആഘോഷിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇത്തവണ ഓണമില്ല. കുഞ്ഞിന് ഓണം ആഘോഷിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അമ്മേ സദ്യ വേണമെന്നൊക്കെ അവൻ പറഞ്ഞിരുന്നു. അവന് വേണ്ടി ഒരു പപ്പടം മേടിച്ചെങ്കിലും സദ്യ തയ്യാറാക്കി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും രേണു പറഞ്ഞിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് രേണുവിന്റെ ചികിത്സ നടക്കുന്നത്. 3 കീമോകൾ പൂർത്തിയായി. ഇതിനോടകം മുടിയെല്ലാം നഷ്ടപ്പെട്ടു. കീമോയ്ക്ക് ശേഷം കുറച്ച് ദിവസം മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപാലത്തിലൂടെയാണ് രേണു നടന്നു പോകുന്നത്. മകളെ പോലെ പരിചരിക്കുന്ന ചേച്ചിയുള്ളതിനാൽ താൻ ഓരോ ഘട്ടവും മറികടക്കുന്നത് എന്നും രേണു പറഞ്ഞിരുന്നു. ഓരോ മരുന്നിനും ലക്ഷങ്ങളാണ് വിലയെന്നും താൻ സമ്പാദിച്ചിരുന്ന കാലത്ത് ഒപ്പമുണ്ടായിരുന്ന പലരും താൻ അസുഖബാധിതയായ ശേഷം മൈൻഡ് പോലും ചെയ്യാതെയായി എന്നും രേണു പറഞ്ഞിരുന്നു. കീമോയ്ക്ക് ശേഷം ഒരു സർജറിയാണ് രേണുവിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.